അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. അപ്പം പരിണാമ സിദ്ധാന്തത്തിൽ ശരിക്ക് അത് ഇസ്ലാമിനെതിരായിട്ടുള്ള രൂപത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുള്ളത്. ജീവികളിൽ പരിണാമം സംഭവിക്കുന്നു എന്നത് ഇസ്ലാം, ഈ ശാസ്ത്രത്തെ ഇസ്ലാം നിഷേധിക്കുന്നില്ലേ? അതുവഴി മതം ശാസ്ത്രത്തിന് എതിരാണ് എന്നല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം. ശാസ്ത്രത്തിൽ നമ്മൾ പരിണാമം പഠിക്കാറുണ്ട്. ആ പരിണാമം എന്ന് പറയുന്നത് മതത്തിനെതിരല്ലേ? മതം പരിണാമം സംഭവിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുന്നില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ചുരുക്കമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് പരിണാമം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നുള്ളതാണ് അതിൻ്റെ വളരെ ചുരുങ്ങിയ അർത്ഥം. അല്ലെങ്കിൽ ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡിസെൻഡ് വിത്ത് മോഡിഫിക്കേഷൻ എന്നാണ്. ചെറിയ മാറ്റങ്ങളോടുകൂടി അടുത്ത തലമുറയിലേക്ക് പോവുക എന്നുള്ളതാണ് പരിണാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളത് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇസ്ലാമിനെ കുറിച്ചും മതത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. ഇസ്ലാമിന്റെ ഏതെങ്കിലും പ്രമാണങ്ങളിൽ, ഖുർആനിലോ ഹദീസിലോ എവിടെയെങ്കിലും സൃഷ്ടികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവവർഗങ്ങൾക്കോ ഒരു മാറ്റവും സംഭവിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അവർക്കൊരു മാറ്റവും സംഭവിക്കില്ല എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു സ്ഥലത്തും അങ്ങനെ ജീവിവർഗങ്ങളിൽ മാറ്റം സംഭവിക്കുകയില്ല എന്ന് ഒരു സ്ഥലത്തും കാണാൻ സാധ്യമല്ല. നമുക്ക് പരിണാമം സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാകാൻ ഉദാഹരണം പറയാം. കോവിഡ് കാലത്ത് നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലെ? ഇടക്കിടക്കെ പറയും പുതിയൊരു സ്ട്രാൻഡ് വന്നിട്ട്, പുതിയൊരു സ്ട്രെയിൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും അല്ലെ? കോവിഡ് കഴിഞ്ഞു, പിന്നെ ഒമൈക്രോൺ വന്നു. ഇതൊക്കെ എന്താ സംഭവം? ഒരു തരത്തിലുള്ള വൈറസ് അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ച് വേറൊരു തരത്തിലാകുന്നു. ഇതിനെയാണ് മാറ്റം അല്ലെങ്കിൽ എവല്യൂഷൻ, ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയാം. ഈ മാറ്റം ജീവിവർഗത്തിൽ അല്ലെങ്കിൽ ജൈവലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് സംഭവിക്കില്ല എന്നോ ഒരു മാറ്റവും സംഭവിക്കില്ല എന്നോ ഒരിക്കലും ഒരു മതവും പഠിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇസ്ലാം ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കില്ല എന്നോ ഒരു വാചകമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമോ നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ നമ്മൾ പലപ്പോഴും ഈ പരിണാമം എന്നുള്ളതിനെ അതിൻ്റെ ഒരു പര്യായ പദം എന്നതുപോലെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതാണ് ഡാർവിനിസം എന്നുള്ളത്. ശരിക്കും ഈ വിഷയം അത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയാൽ ബാക്കി നമുക്ക് ക്ലിയറായി ഇത് ബോധ്യപ്പെടും. പരിണാമം ഈക്വൽ ടു ഡാർവിനിസം അല്ല. പരിണാമം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ പറഞ്ഞതുപോലെ ജീവിവർഗങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ശാസ്ത്രശാഖയാണ് പരിണാമം. എന്നാൽ ഈ ജീവിവർഗങ്ങളിൽ, ജൈവവർഗങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെ സംഭവിക്കാം എന്നതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ അതിനെ പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഒരു ഏകകോശ ജീവിയിൽ നിന്ന് പരിണമിച്ചെല്ലാം ആ ഒറ്റ ഏകകോശ ജീവിയിൽ നിന്ന് ഉണ്ടായതാണെന്ന് വിശദീകരിക്കുന്നവരുണ്ട്. അല്ല, പല പല ജീവനുകൾ പല സ്ഥലങ്ങളിലായി ഉണ്ടായി, ആ പല ജീവനുകൾ പരിണമിച്ചിട്ടാണ് ഉണ്ടായത് എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കില്ല, മാക്രോ എവല്യൂഷൻ സംഭവിക്കില്ല, മൈക്രോ എവല്യൂഷൻ മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇങ്ങനെ ഈ ജൈവവർഗങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ പല രൂപത്തിൽ വിശദീകരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. അതിനെയാണ് നമ്മൾ തിയറീസ് എന്ന് പറയാം. ശരിക്കും മനസ്സിലാക്കണേ, ഈ മാറ്റങ്ങൾ വരുന്നതിനെ കുറിച്ചുള്ള പഠനശാഖയാണ് എവല്യൂഷൻ. ആ എവല്യൂഷനെ പല ആളുകൾ പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണങ്ങളാണ് നമ്മൾ എന്ത് പറയാ? തിയറീസ് ഓഫ് എവല്യൂഷൻ എന്ന് പറയാം. അതിന് ഒരുപാട് തിയറികളുണ്ട്. ഡാർവീനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ഉണ്ട്, നിയോ ഡാർവീനിയൻ തിയറി ഓഫ് എവല്യൂഷൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള തിയറികൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു വിശദീകരണമാണെന്ത്? ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് പരിണാമശാസ്ത്രം വേറെ, അതിന്റെ വിശദീകരണങ്ങളിൽപ്പെട്ട ഒന്ന് മാത്രമാണ് ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. പക്ഷേ നമ്മൾ പൊതുവെ എന്താ പരിണാമം എന്ന് പറയുമ്പോൾ തന്നെ ഡാർവിനെ ഓർമ്മ വരിക. കാരണം എന്താ? ഏറ്റവും പോപ്പുലറായ വിശദീകരണം ആരുടേതാണ്? ഡാർവിൻ്റെതാണ്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതാണുള്ളത്. അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോഴും അതുണ്ട്. അപ്പോ ഈ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ് പരിണാമം എന്ന് മനസ്സിലാക്കുമ്പോൾ ചില ആൾക്കാർ പരിണാമത്തിന് തെളിവ് കണ്ടെത്തി, മതത്തിനെതിരായ എന്തോ തെളിവ് കണ്ടെത്തി. അല്ല, പരിണാമം എന്ന് പറഞ്ഞാൽ ജീവവർഗങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ വരിക, ബാക്ടീരിയകളിൽ മാറ്റങ്ങൾ വരുന്നു. അതുപോലെ തന്നെ പല ജീവവർഗങ്ങളിൽ അവരുടെ ജീനുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു, മ്യൂട്ടേഷനുകൾ സംഭവിക്കുന്നു. ആ മ്യൂട്ടേഷനുകൾ വലിയ അളവിൽ
ദോഷകരമായ മ്യൂട്ടേഷനുകളാണ്. ചെറിയ അളവിൽ നല്ല മ്യൂട്ടേഷനുകൾ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ട മ്യൂട്ടേഷനുകൾ സംഭവിക്കും. ഇതൊക്കെ സംഭവിക്കാം, ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇത് വെച്ചിട്ട് എല്ലാം ഒറ്റ ഏകകോശ ജീവിയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്ന വിശദീകരണം ആരുടേതാണ്? ചാൾസ് ഡാർവിൻ്റെതാണ്. ആ ചാൾസ് ഡാർവിന്റെ വിശദീകരണങ്ങളിൽ പെട്ടതാണ് എന്ത്? ഇങ്ങനെ പരിണമിച്ച് ഇങ്ങനെ ഏകകോശ ജീവി ഇങ്ങനെ ബഹുകോശ ജീവിയായി അതിങ്ങനെ പരിണമിച്ച് അവസാനം അങ്ങനെ ഉണ്ടായ ഒരു ജീവവർഗങ്ങളിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതവർഗമാണ് എന്ത്? മനുഷ്യൻ എന്നുള്ള ഒരു വിശദീകരണം. ആ വിശദീകരണത്തോട്, അതായത് പരിണാമശാസ്ത്രത്തെ വിശദീകരിച്ചുകൊണ്ട് ഡാർവിൻ പറഞ്ഞ വിശദീകരണത്തോട് എന്തുണ്ട്? അതിന്റെ വിശദാംശങ്ങളിൽ മതത്തിന് ചില വിയോജിപ്പുകളുണ്ട്. അതെന്താ? അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ചാൾസ് ഡാർവിൻ വിശദീകരിക്കുന്നത് വെച്ചാൽ മറ്റെല്ലാ ജീവികളെയും പോലെ ആ ശൃംഖലയിൽ ഉണ്ടാകുന്ന കേവലം ഒരു ജീവവർഗം മാത്രമാണ് മനുഷ്യൻ എന്നാണ് ഡാർവിൻ വിശദീകരിക്കുന്നത്. നമ്മൾ മനുഷ്യനെ കുറിച്ച് വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചാൽ കൂടുതൽ മനസ്സിലാവും. അല്ലാതെ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, മറ്റെല്ലാ ജീവികളെയും പോലെ അല്ല മനുഷ്യൻ. മനുഷ്യന് മാത്രമായി ചില പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നേച്ചറിന്റെയും വ്യത്യാസം. മറ്റെല്ലാ ജീവികളും അവരുടെ പ്രകൃതത്തിൽ ജനിച്ച് അതിൽ തന്നെ ജീവിച്ച് അതിൽ തന്നെ മരിച്ചു പോകുന്നു. പക്ഷെ മനുഷ്യൻ മാത്രം അങ്ങനെയല്ല. മനുഷ്യന് മാത്രം കോംപ്ലക്സ് ആയ ലാംഗ്വേജുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു. കോംപ്ലക്സ് ലാംഗ്വേജ് മനുഷ്യന് മാത്രമേ പറ്റുന്നുള്ളൂ. വിവേക ബുദ്ധി മനുഷ്യന് മാത്രമാണ് ഉള്ളത്. തിയറികൾ രൂപീകരിക്കാൻ മനുഷ്യന് മാത്രമാണ് സാധിക്കുന്നത്. ഇങ്ങനെ മനുഷ്യനെ മറ്റെല്ലാ ജീവികളെയും മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യനെ മാത്രം പ്രത്യേകമാക്കുന്ന എന്തോ ഒന്നുണ്ട്. അല്ല, ഒന്ന് മാത്രമല്ല, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് മനുഷ്യനെ പഠിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഈ ചർച്ചകൾ നമ്മൾ നടത്തുന്നത് പോലും മനുഷ്യൻ പ്രത്യേകമായതുകൊണ്ടാണ് അല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് തിയറി ഓഫ് എവല്യൂഷൻ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഇവിടെയുള്ള കാക്കയും പൂച്ചയും ചർച്ച ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം മനുഷ്യൻ പ്രത്യേകമായതുകൊണ്ടാണ്, പ്രത്യേകതയുള്ളത് കൊണ്ടാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. വിശുദ്ധ ഹദീസുകളിൽ വളരെ കൃത്യമായി കൊണ്ട് തന്നെ മനുഷ്യനെ പ്രത്യേകമായി പടച്ചവൻ സൃഷ്ടിച്ചു എന്നുണ്ട്. അതുകൊണ്ട് പരിണാമം എന്ന് പറയുന്ന ഇവിടെ ജൈവലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, അത് നമ്മൾ പഠിക്കുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു. അത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. പക്ഷേ അതിനെ വിശദീകരിച്ചുകൊണ്ട് ചാൾസ് ഡാർവിൻ പറഞ്ഞ വിശദീകരണങ്ങളുടെ വിശദാംശങ്ങളോട് നമുക്ക് എന്തുണ്ട്? വിയോജിപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും, അത് എത്രത്തോളം സംഭവിക്കും, മൈക്രോ എവല്യൂഷൻ മാക്രോയിലേക്ക് പോകുമോ, അതിൽ മ്യൂട്ടേഷനുകൾ ദോഷകരമാണോ, അതൊക്കെ ശാസ്ത്രലോകത്ത് ചർച്ച നടത്തേണ്ടതാണ് അല്ലേ? ശാസ്ത്രലോകത്ത് അതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുന്നുണ്ട്, പല ധാരണകളും തിരുത്തി എഴുതുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, മറ്റെല്ലാ ശാസ്ത്രശാഖയിലും സംഭവിക്കുന്നത് പോലെ. പക്ഷേ ഈ വിഷയത്തിൽ ഇതിന്റെ വിശദാംശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഡാർവിൻ പറഞ്ഞ ഈ വിശദീകരണത്തോട് മതത്തിന് എന്തുണ്ട്? അടിസ്ഥാനപരമായി വിയോജിപ്പുണ്ട്. കാരണം മനുഷ്യൻ മറ്റെല്ലാ ജീവികളെയും പോലെയല്ല, മനുഷ്യൻ പ്രത്യേകമാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ഒരു യുക്തിവാദി സുഹൃത്തിൽ നിന്ന് ചോദിച്ച് കിട്ടിയ 2 ചോദ്യങ്ങളാണ് ഞാനിവിടെ ചോദിക്കുന്നത്. ഒന്ന്, ബോധ്യത്തിനനുസരിച്ച് നന്മകൾ ചെയ്ത് ജീവിച്ചാൽ സ്വർഗം എന്നൊന്ന് ഉണ്ടെങ്കിൽ അത് ലഭിക്കും, അതിന് മതത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ബോധ്യത്തിനനുസരിച്ച് നന്മകൾ ചെയ്താൽ പോരെ, അതിന് മതത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്താ ഈ നന്മ? അതായത് മതമില്ലാത്ത അവസ്ഥയിൽ ഒരു യുക്തിവാദിയാണ് ചോദിക്കുന്നത്, യുക്തിവാദിക്ക് എന്താ ഈ നന്മ? ആദ്യം നന്മ ചെയ്ത് ജീവിച്ചാൽ പോരെ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. ആദ്യം നന്മ എന്താണെന്ന് അറിയണ്ടേ? ഓക്കെ, ഞാൻ ഇങ്ങോട്ട് നടന്നു പോകുമ്പോൾ അവിടെ ഒരു പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് സാമ്പത്തികമായി പ്രയാസങ്ങളുണ്ട്, ഞാൻ അയാളെ സഹായിക്കുന്നു. നമ്മുടെയൊക്കെ ഒരു ചിന്തയിൽ അത് നന്മയാണ്. പക്ഷേ അത് നന്മയാണ് എന്നുള്ളതിനൊരു യുക്തിവാദിക്ക് എന്താ അടിസ്ഥാനം? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യം നന്മയാണെന്ന് പറയാൻ അവന്റെ കയ്യിൽ ഒരു അടിസ്ഥാനവുമില്ല. എന്തെങ്കിലും ഒരു കാര്യം തിന്മയാണെന്ന് പറയാൻ അവന്റെ കയ്യിൽ ഒരു അടിസ്ഥാനമില്ല. അതുകൊണ്ടാണ് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം, നന്ദി വേണ്ട, അഹങ്കരിച്ചോളൂ, വിനയം വേണ്ട എന്നൊക്കെ അവർ പറയേണ്ടി വരുന്നത്. എന്തുകൊണ്ടാ? ഇവർക്ക് ആകെ എന്തെങ്കിലും തരത്തിലുള്ള തലപ്രാന്തായതുകൊണ്ടാണോ? അല്ല, അവരുടെ ലോകവീക്ഷണ പ്രകാരം അവരിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തപ്പുള്ളു, ഓരോരുത്തർ ഇങ്ങനെ ജീവിച്ചു പോകുന്നു, ഓരോരുത്തർ പലതും ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഇന്നത് നന്മയാണ്, ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ നല്ലതാണ്, ഇന്നത് തിന്മയാണ്, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നതിന് യുക്തിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ, മതരഹിതമായ ലോകവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരടിസ്ഥാനവും ഇല്ല. അതുകൊണ്ട് നന്മ ചെയ്ത് ജീവിക്കണം, യാതൊരു സംശയമില്ല. പക്ഷെ ആ നന്മ എന്താണെന്ന് പറയാനോ അത് ചിന്തിക്കാനോ അത് പ്രൂവ് ചെയ്യാനോ യുക്തിവാദികൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് നന്മ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തെ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരുപാട് സംഘടനകളുണ്ട്, ഇസ്ലാമിൽ തന്നെ ഒരുപാട് സംഘടനകളുണ്ട്. അവരെല്ലാവരും ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എനിക്കും സ്വർഗം ലഭിക്കും എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഇതിന്റെ വാസ്തവം എന്താണ്? ഒരു കമ്പനിയുടെ ഒരുപാട്
പിന്നെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ട്, അതുകൊണ്ട് യഥാർത്ഥ കമ്പനി തന്നെ ഇല്ല എന്ന് പറയുന്നത്. അതായത് അഡിഡാസ് ഉണ്ട്, അബിബാസ് ഉണ്ട്, അബ്ബാസ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റുകൾ കാണാൻ സാധിക്കും. അങ്ങനെ കുറെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉള്ളതുകൊണ്ട് ശരിക്കും അഡിഡാസ് ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഒരു മതത്തിന്റെ യഥാർത്ഥ വിശദീകരണം എന്താണ് ദൈവികമായ യഥാർത്ഥ മാർഗദർശനം എന്ന വിഷയത്തിൽ മതവിശ്വാസികൾക്കിടയിൽ എന്തുണ്ട്, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ കുറെ അഭിപ്രായ വ്യത്യാസം ഉള്ളത് അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നത് ഇതുപോലെ അടിസ്ഥാനരഹിതമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ, അതായത് നമ്മൾ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്, ചിന്തിച്ചാൽ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആ സൃഷ്ടാവ് കാലാകാലങ്ങളിൽ മനുഷ്യനെ മാർഗനിർദ്ദേശനമായി കൊണ്ട് ദൈവിക ദർശനങ്ങൾ പ്രവാചകന്മാരിലൂടെ പറഞ്ഞയച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആർക്കും പഠിക്കാം, മനസ്സിലാക്കാൻ, കൂടുതൽ അറിയാൻ വേണ്ടി വായിക്കാം, ഒക്കെ ചെയ്യാം. അങ്ങനെ പ്രവാചകന്മാരിലൂടെ ആ സന്ദേശം മനുഷ്യരിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ആ പ്രവാചകന്മാരിലൂടെ ഇറക്കിയിട്ടുള്ള ആ ശൃംഖലയുടെ അവസാനമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാൾ വരേക്കുമുള്ള ജനപദത്തിനു വേണ്ടി എന്താണ് നന്മ, എന്താണ് തിന്മ, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന കൃത്യമായ മാർഗദർശനം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ പഠിപ്പിച്ചത് എന്തൊക്കെയാണ്, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പിന്നീട് മുസ്ലിങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, യാതൊരു സംശയമില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പടച്ചോനുണ്ട്, ആ പടച്ചോൻ മാർഗദർശനം അയച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എന്തെങ്കിലും അതിനെ കോൺട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ അതെന്താണ്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് മുസ്ലിങ്ങൾ പിന്നീട് എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഇത് നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, ഇതിങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് പുതിയ സംഭവിച്ചിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ആണോ? അല്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്. ഈ റസൂല് തന്നെ, നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, തഫ്തരികുന്ന ഉമ്മത്തി അലാ സലാസിൻ വസബഈന ഫിർഖ, എന്റെ സമുദായം 73ഓളം വിഭാഗമായി മാറും, അല്ലെങ്കിൽ അവർ ഭിന്നിക്കും. അങ്ങനെ ഭിന്നിപ്പ് സംഭവിക്കുമെന്ന് റസൂൽ തന്നെ പറഞ്ഞതാണ്, ആ പ്രവാചകൻ തന്നെ പറഞ്ഞതാണ്. എന്നാൽ ആ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്, അങ്ങനെ ഭിന്നിച്ചാൽ അവർ യഥാർത്ഥ മാർഗനിർദ്ദേശം എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥ ദൈവിക ദർശനം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ടൂളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു. എന്താണത്? എൻ്റെ അള്ളാഹുവിന്റെ കിതാബും എൻ്റെ ചര്യകളും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് സത്യത്തിൽ. എന്നുവെച്ചാൽ ദൈവിക ദർശനം വിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിലൂടെ ഇവിടെ ഉണ്ട്. ആ ചര്യകളെ വിശദീകരിക്കുന്നിടത്താണോ എങ്കിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്, ഖൈറുന്നാസു ഖർനി ഹുമ്മല്ലദീന യലൂനഹും ഹുമ്മല്ലദീന യലൂനഹും. അതിന്റെ റസൂലിൽ നിന്ന് നേരിട്ട് കേട്ടു പഠിച്ച ആദ്യത്തെ പ്രൈമറി ഓഡിയൻസ്, പ്രഥമ സംബോധിതർ അതിനെ എങ്ങനെ മനസ്സിലാക്കിയോ, അല്ലെങ്കിൽ നമ്മൾ അറബിയിൽ പറയുകയാണെങ്കിൽ സലഫുകൾ, മുൻഗാമികൾ അതിനെ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കലാണ് ദൈവിക ദർശനത്തിന്റെ ശരിയായ രൂപം. കാരണം ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചു, പല കാര്യങ്ങളോട് ഞാൻ സംസാരിച്ചു. ഈ സംസാരത്തെക്കുറിച്ച് ഇങ്ങനെ കുറേ സംസാരം ഇങ്ങനെ പിന്നെ പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ പറഞ്ഞു പോയി പലതും പറഞ്ഞു. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ എന്താണ് സംസാരിച്ചത് എന്ന് ഏറ്റവും കൃത്യമായി പറയാൻ സാധിക്കുക എൻ്റെ സംസാരം നേരിട്ട് കേട്ട നിങ്ങൾക്കാണ്. അതിങ്ങനെ നിങ്ങൾ വേറൊരാളോട് പറഞ്ഞു, അത് അവർ വേറൊരാളോട് പറഞ്ഞു, അങ്ങനെ പോയാൽ അതിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞതായിരിക്കില്ല ചിലപ്പോൾ അവിടേക്ക് എത്തുക. അവിടെയാണ് നമ്മൾ പറയുന്നത്, പ്രഥമ സംബോധിതർ എങ്ങനെയാണോ ആ ദൈവിക മാർഗദർശനത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ദൈവിക ദർശനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്യുവറായ രൂപം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം എന്താണ്, ഇസ്ലാമിന്റെ കൽപ്പനകൾ, റസൂലിന്റെ കൽപ്പനകൾ എന്താണ്, റസൂലിന്റെ ചര്യ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൃത്യമായി അത് മനസ്സിലാക്കിയിട്ടുള്ളത് റസൂലിൽ നിന്ന് അത് നേരിട്ട് കേട്ട സ്വഹാബത്തിനാണ്, ആദ്യ തലമുറകൾക്കാണ്, അഥവാ സലഫുകൾക്കാണ്. അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ദൈവിക ദർശനം മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത്. ഇതൊക്കെ റസൂൽ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ദൈവിക ദർശനം എന്താണെന്നും അതെങ്ങനെ മനസ്സിലാക്കണമെന്നും എങ്ങനെ അതിനെ വിശദീകരിക്കണമെന്നടക്കം റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ ഏതാണ്, എങ്ങനെ അതിനെ മനസ്സിലാക്കാം എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇവിടെ ഇല്ല. ഒറിജിനൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പഴുതുകൾ വളരെ കൃത്യമായി റസൂൽ തന്നെ ബാക്കി വെച്ചത് കൊണ്ട് തന്നെ ആ ഒറിജിനൽ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാനും സ്വർഗത്തിൽ പോകുന്നു ഞാൻ പറയുന്നു പറഞ്ഞാൽ അതിനൊരു അടിസ്ഥാനമില്ല. ഒറിജിനൽ ഏതാണെന്ന് കണ്ടെത്തി അതിന്റെ പ്രൊഡക്റ്റ് തന്നെ വാങ്ങുക, അഡിഡാസ് തന്നെ വാങ്ങുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. അല്ലാതെ കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അതുകൊണ്ട് ഒറിജിനലും ഇല്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. വൈ അയാമേ മുസ്ലിം, ഒരു കുട്ടി ജനിക്കുമ്പോൾ അവന്റെ മാതാപിതാക്കൾ ഏത് മതത്തിലാണോ ആ കുട്ടിയും അതായിത്തീരുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും സാഹചര്യമാണ് അവരുടെ മതം തീരുമാനിക്കുന്നത് എങ്കിൽ ഞാൻ എന്തിന് ഒരു മുസ്ലിം ആകണം?
നമ്മൾ നേരത്തെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഒരാളും എന്ത് ചെയ്യുന്നില്ല, ബഹുദൈവ വിശ്വാസിയായി ഒരു മനുഷ്യനും ബഹുദൈവ വിശ്വാസിയായിട്ട് ഇങ്ങനെ ജനിക്കുന്നില്ല. നിരീശ്വരവാദിയായ ഒരു കുട്ടിയും ജനിക്കുന്നില്ല. എല്ലാ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതത്തിലാണ്. ആ പ്രകൃതത്തിൽ നിന്നും പിന്നെ അവനെ തെറ്റിക്കാനുള്ള സാഹചര്യങ്ങളാണ് എന്ത്, അവന്റെ മാതാപിതാക്കൾ, അവന്റെ കൂട്ടുകെട്ട്, അവൻ കാണുന്ന കാര്യങ്ങൾ, അവൻ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അവന്റെ പ്രകൃതത്തിൽ നിന്നും അവനെ തെറ്റിക്കാനുള്ള സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എന്തിന് മുസ്ലിം ആകണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്ന ശുദ്ധ പ്രകൃതിയിൽ തന്നെ ജീവിക്കണം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്ന ശുദ്ധ പ്രകൃതിയിൽ തന്നെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ദൈവിക ദർശനം അത്യാവശ്യമാണ്. അത് അംഗീകരിക്കുക എന്നതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്തിന് മുസ്ലിം ആകണം എന്നുള്ള ചോദ്യം വരുന്നതെന്ന് വെച്ചാൽ എന്താണ് മുസ്ലിം എന്നറിയാത്തോണ്ടാണ്. ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് അല്ലെ, ഓരോരുത്തർ ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് നിൽക്കുക, അതിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ് മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗം. അങ്ങനെ അല്ല. എന്താ ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ? മുസ്ലിം എന്നുള്ള പദത്തിന്റെ അർത്ഥം ദ വൺ ഹൂ സബ്മിറ്റഡ്, കീഴൊതുങ്ങിയവൻ എന്നാണ്. സമർപ്പിച്ചവൻ എന്നാണ് മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം. എന്തിന് സമർപ്പിച്ചവൻ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും അതുപോലെ തന്നെ മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാവരെയും സൃഷ്ടിച്ച ഒരു ഏകനായ സട്ടാവുണ്ട്. ആ സട്ടാവിന്റെ മാർഗദർശനം വന്നിട്ടുണ്ട്. ആ മാർഗദർശനത്തിൽ അല്ലെങ്കിൽ ആ സട്ടാവിന് കീഴൊതുങ്ങിയവന് പറയുന്ന പേരാണ് മുസ്ലിം. അല്ലാതെ ഇതൊരു കുലത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെയോ ഒരു ജാതിയുടെ പേരൊന്നല്ല. എങ്ങനെ ജനിച്ച ആളാണെങ്കിലും, ഏത് കുടുംബത്തിലും ഏത് സാഹചര്യത്തിലും ജനിച്ച ആളാണെങ്കിലും അവൻ തീരുമാനിക്കുകയാണ്, ഞാൻ എന്നെ സൃഷ്ടിച്ച, എന്നെ സംവിധാനിച്ച, എനിക്കെല്ലാം നൽകിയ എന്റെ സട്ടാവിന് സമർപ്പിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടവും തോന്നിയാസവും അല്ലെങ്കിൽ ട്രെൻഡുകളും അതൊന്നും അല്ല എനിക്ക് ഉള്ളത്. എന്നെ സൃഷ്ടിച്ച, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ സട്ടാവിന് സമർപ്പിച്ച് എൻ്റെ ജീവിതം ഇനി അങ്ങോട്ട് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ ഹീസ് എ മുസ്ലിം. അവൻ സമർപ്പിച്ചിരിക്കുന്നു, അവൻ മുസ്ലിം ആയിരിക്കുന്നു. അപ്പോ ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ, ഒരു ഗോത്രത്തിന്റെ പേരാണ് എന്ന ചിന്തയിൽ നിന്നാണ് ഞാൻ ജനിച്ചതൊരു മുസ്ലിം കുടുംബത്തിൽ. എന്ന് വെച്ചാൽ സമർപ്പിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് മാത്രമാണ് മുസ്ലിം കുടുംബത്തിൽ ജനിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടും മദ്യപാനികളാകുന്ന, തോന്നിയാസക്കാരാകുന്ന ഒരുപാട് ആളുകളില്ലേ? ഉണ്ട്. അല്ലാത്ത സാഹചര്യങ്ങളിൽ ജനിച്ചിട്ടും ഈ സമർപ്പണത്തിന്റെ പാതയിലേക്ക് വരുന്ന ഒരുപാട് ആളുകളില്ലേ? ഉണ്ട്. അപ്പൊ അവിടെയാണ് ഇത് ജന്മം കൊണ്ടൊന്നും കിട്ടുന്ന കാര്യമല്ല. പല സാഹചര്യങ്ങൾ, ചില ആളുകൾക്ക് പല അനുകൂല സാഹചര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. ചില ആളുകൾക്ക് കൂട്ടുകാരുടെ ഷർറ് ഭയങ്കര കൂടുതലുണ്ടാവും. ചില ആളുകൾക്ക് ഈ മാതാപിതാക്കളുടെ സാഹചര്യം ഭയങ്കര പ്രതികൂലമായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സാഹചര്യങ്ങൾ, എന്ത് സാഹചര്യമാണെങ്കിലും, കൂട്ടുകെട്ടാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള ഒരു പൊതുബോധമാണെങ്കിലും, എന്തൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും ആ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ തട്ടിയെറിഞ്ഞുകൊണ്ട് ആര് സമർപ്പിക്കാൻ തീരുമാനിക്കുന്നുവോ അവന്റെ പേരാണ് മുസ്ലിം എന്ന് പറയുന്നത്. അപ്പൊ സമർപ്പണം അല്ലെങ്കിൽ സമർപ്പിക്കുക എന്നതാണ് മുസ്ലിം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമർപ്പിച്ചവൻ എന്നാണ് മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം എന്ന ആ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് എന്തിന് മുസ്ലിം ആകണം. നമ്മളെല്ലാവരും സൃഷ്ടിച്ചൊരു സട്ടാവുണ്ടെങ്കിൽ, അവൻ മാർഗനിർദ്ദേശം തന്നിട്ടുണ്ടെങ്കിൽ സമർപ്പിക്കലാണ് യുക്തി. സമർപ്പിക്കാതിരിക്കുന്നത് യുക്തിരാഹിത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അസ്സലാമു അലൈക്കും. എനിക്ക് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് ഒരു സംശയമുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിവാദമായിട്ടുണ്ടായിരുന്നു, ഹണി റോസ് ബോച്ച എന്ന് പറഞ്ഞിട്ടുള്ള വിവാദം. ഇതിൽ പലപ്പോഴും സ്ത്രീകൾക്കുള്ളൊരു സംശയമാണ്, നമ്മൾ ഇസ്ലാമിൽ എന്താണ് സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കണം, ഹിജാബ് ധരിക്കണം, മറക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ട് മാത്രമാണോ പീഡനങ്ങൾ നടക്കുന്നത്? ഇപ്പോൾ എക്സാമ്പിളായിട്ട് മാന്യമായി വസ്ത്രം ധരിച്ചിട്ടുള്ള സ്ത്രീയും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ കുട്ടികളെല്ലാം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇതിന്റെ കാരണം എന്താണ്? വസ്ത്രധാരണത്തിലെ പ്രശ്നം തന്നെയാണോ? സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച്, അതിനെ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് നന്നായി വസ്ത്രം ധരിച്ചവരും പീഡിപ്പിക്കപ്പെടുന്നില്ലേ എന്ന്. ഇത് ഏതുപോലെ ചോദിച്ചാൽ നമ്മൾ പറയാണ്, പിന്നെ നമ്മുടെ റോഡിലൂടെ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹെൽമറ്റ് ധരിക്കണം എന്ന് നമ്മൾ പറയാം. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ് ഇതൊന്നും ശരിയല്ല, ഹെൽമറ്റ് ധരിക്കണം സുരക്ഷയ്ക്ക് വേണ്ടി എന്നൊക്കെ ആരാ പറയുന്നത്? ഹെൽമറ്റ് ധരിച്ചിട്ടും അപകടത്തിൽപ്പെട്ട 2-3 ആൾക്കാരെ എനിക്കറിയാം, അതുകൊണ്ട് ഹെൽമറ്റ് ധരിക്കുന്നതിന് ഒരർത്ഥമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? ഹെൽമറ്റ് ധരിച്ചാലും അപകടമൊക്കെ സംഭവിക്കാം, അതൊക്കെ സംഭവിക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ഫാക്ടറാണെന്ത്? ഹെൽമറ്റ് ധരിക്കുക എന്നുള്ളത്. അതുപോലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു ഫാക്ടറാണെന്ത്? വസ്ത്രധാരണം. വസ്ത്രധാരണം മാത്രമാണ് ഫാക്ടർ. വസ്ത്രം ധരിച്ചാൽ പിന്നെ പീഡിപ്പിക്കപ്പെടൂല, വസ്ത്രം ധരിച്ചിട്ടില്ല പീഡിപ്പിക്കപ്പെടും, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇത് വെച്ചാല് ഈ ഒറ്റ സിദ്ധാന്തക്കാരാണ് ഇങ്ങനെ വരിക, ഒറ്റ ബുദ്ധിക്കാർ എന്നൊക്കെ നമ്മൾ പറയൂലേ. ഒരു കാര്യത്തിന് ഒരു കാരണം മാത്രം, പീഡിപ്പിക്കപ്പെടുക എന്നുള്ളതിന് വസ്ത്രധാരണം എന്നുള്ള കാരണം മാത്രം, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ. നമുക്ക് ഒരു കാര്യം
അവിടെ സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ എടുക്കുമ്പോൾ അവിടെ പല ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്. അവിടെ ഒന്നാമത്തെ ഒരു പ്രശ്നം സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നല്ല. ഒന്നാമത്തെ പ്രശ്നം പുരുഷന്റെ ചിന്തയും പുരുഷന്റെ നോട്ടങ്ങളുമാണ്. പുരുഷന്റെ നോട്ടവും അതിനനുസരിച്ചുള്ള ചിന്തയും അനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഒന്നാമത്തെ പ്രശ്നം. അതാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ചില കാര്യങ്ങളും ഉണ്ട്, അതും നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ദൈവിക ദർശനമായിട്ടുള്ള ഇസ്ലാം. ഇതിനെ ഈ പ്രയോറിറ്റിയിൽ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ സ്ത്രീകൾ ഹിജാബ് ധരിക്കണം എന്ന് പറയുന്ന ആയത്തുണ്ട്. ആ ആയത്തിന് തൊട്ടു മുമ്പ് സ്ത്രീകളോട് കൽപ്പിക്കുന്നതിന് മുമ്പായി ഖുർആൻ പറഞ്ഞത് ഖുല്ലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ പുരുഷന്മാരോട് നബിയെ താങ്കൾ പറയുക, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുക. അപ്പൊ വെറും ഇങ്ങനെ പെണ്ണുങ്ങൾ എല്ലാം മറച്ച് ജീവിക്കണം, ആണുങ്ങളൊന്നും ചെയ്യേണ്ടതല്ല. ആദ്യം പറഞ്ഞ ആണുങ്ങളോടാണ്. ആദ്യം പറഞ്ഞത് പുരുഷന്മാരോടാണ്, നിങ്ങൾ നിങ്ങളുടെ നോട്ടത്തെ നിയന്ത്രിക്കുക. ഇത് എന്തിനാ ഈ നോട്ടത്തെ നിയന്ത്രിക്കുന്നത്? ചിലപ്പോൾ ഈ യുക്തിവാദികൾക്കൊന്നും ഇതിന്റെ യുക്തി മനസ്സിലാവില്ല. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ ചിന്തകളും നോട്ടങ്ങളും അവന്റെ കട്ടുനോട്ടങ്ങളും അറിയുന്ന പടച്ചോനറിയാം. ഏതൊരു ചിന്തയുടെയും തുടക്കം നോട്ടത്തിലാണ്. ആ നോട്ടത്തെ തുടർന്നാണ് പിന്നെ ചിന്ത ഉണ്ടാവുക. ആ ചിന്തയെ തുടർന്നാണ് പിന്നെ ആക്ഷൻ ഉണ്ടാവുക, അല്ലേ? അപ്പോ ആദ്യം ഒരു സ്ത്രീയെ കാണുമ്പോൾ അവന്റെ നോട്ടം നിയന്ത്രിക്കണം. ഒന്നാമത് തിരിച്ചറിയാനുള്ള നോട്ടത്തിനപ്പുറത്തേക്ക് ഒരു മോശമായ ചിന്തയോടുകൂടിയുള്ള നോട്ടം പാടില്ല. നോട്ടം നടന്നാൽ പിന്നെന്ത് ചെയ്യും? അതിനെക്കുറിച്ച് മോശമായ ചിന്തകൾ ഉണ്ടാവും, പിന്നെ ആക്ഷനിലേക്ക് എത്തും. അപ്പൊ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുക. ഇതെന്തുകൊണ്ടാണ് ഇസ്ലാമിന് ഇതിങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നത്? ഇത് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച, പുരുഷനെ സൃഷ്ടിച്ച, സ്ത്രീയെ സൃഷ്ടിച്ച, സ്ത്രീയുടെയും പുരുഷന്റെയും മനസ്സും ചിന്തയും അതുപോലെ തന്നെ ശരീരവും എല്ലാം പൂർണ്ണമായി അറിയുന്ന പടച്ചോനായതുകൊണ്ടാണ് ഇതിങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. ഇത് നമുക്കിപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാ? കാരണം ഇപ്പൊ നമുക്ക് ശാസ്ത്രം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചിന്തയുടെ ഓരോ ഭാഗത്തുള്ള ട്രിഗറിങ്ങുകളും അതുപോലെ തന്നെ ന്യൂറോണൽ ഫയറിംഗ് ഒക്കെ പഠിക്കാൻ ഇപ്പൊ ന്യൂറോ സയൻസ് ഒക്കെ ഉണ്ട്. ഈ ന്യൂറോ സയൻസ് പിന്നെ ഈ രൂപത്തിൽ പിന്നെ മുന്നോട്ട് പോയ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പുരുഷന്റെ നോട്ടത്തെക്കുറിച്ച്, ഒരു സ്ത്രീയുടെ നഗ്നതയിലേക്ക് നോക്കിയാൽ എന്ത് സംഭവിക്കുന്നു തലച്ചോറ് നോക്കി പറയാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താ ചോദിച്ചാൽ, പുരുഷൻ ഒരു സ്ത്രീയുടെ നഗ്നത നോക്കിയാൽ ആ നോട്ടം തന്നെ അവനിൽ ലൈംഗിക ചിന്തകൾ ഉദ്ദീപിപ്പിക്കും. ആ ലൈംഗിക ചിന്തകൾ ഉണ്ടാക്കുന്ന ബ്രെയിനിന്റെ സെന്ററിലാണ് അത് പോയിട്ട് ട്രിഗർ ചെയ്യുക, ന്യൂറോണൽ ഫയറിംഗ് ഉണ്ടാവുക. അതിനെ തുടർന്ന് അവന് ലൈംഗിക ചിന്തകൾ ഉണ്ടാകുന്നു. ലൈംഗിക ചിന്തകളെ തുടർന്ന് ലൈംഗികമായ ഹോർമോണുകൾ ഉണ്ടാകുന്നു. ലൈംഗികമായ ഹോർമോണുകൾ ഉണ്ടായാൽ, പ്രത്യേകിച്ചും ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടായാൽ, അവൻ അഗ്രസീവ് ആകുന്നു. ഇതൊക്കെ നമ്മളിപ്പോ ശാസ്ത്രം പറഞ്ഞതാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടല്ല ഇസ്ലാമിൽ ഇങ്ങനെ ഹറാമായത്. ഇതൊക്കെ നമ്മളിപ്പം അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോ ഇതാണ് ഒരു നോട്ടമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നോട്ടത്തെ തുടർന്നുള്ള പിന്നെ സ്പർശനുണ്ട്, പിന്നെ സാമീപ്യമുണ്ട്, അതൊക്കെ ഉണ്ട്. ഇതിനെ പോലെ മറ്റൊരു ഫാക്ടറാണ് എന്ത്? സ്ത്രീയുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത്. ഇതൊരു ഫാക്ടർ അല്ലേ? അല്ലാന്ന് ഇവർ പറയോ? ഈ പറയുന്ന ഇതിപ്പോ ഒരു പുരുഷനായ ഒരു യുക്തിവാദിയാണ് ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ, ആത്മാർത്ഥതയോടുകൂടി സ്വന്തത്തെ വഞ്ചിക്കാതെ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക, ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ ലൈംഗികമായ ചിന്തകൾ ഉണ്ടാവോ ഇല്ലേ? നോർമലി ഫങ്ഷനിങ് ആയ ഒരു പുരുഷനാണെങ്കിൽ, യുക്തിവാദിയാണെങ്കിലും മതവിശ്വാസിയാണെങ്കിൽ ആരെയാണെങ്കിലും, ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ അവനിൽ എന്തുണ്ടാവും? ലൈംഗികമായ ചിന്തകൾ ഉണ്ടാവും. അപ്പൊ നഗ്നത കാണിക്കുന്ന വസ്ത്രധാരണം ലൈംഗികമായ ചിന്തകളിലേക്ക് നയിക്കുവോ ഇല്ലേ? നയിക്കും. പിന്നെ ലൈംഗികമായ ചിന്തകൾ ഉണ്ടായാൽ അവനിൽ ഹോർമോണുകൾ ഉണ്ടാവുമോ ഇല്ലേ? ഹോർമോണുകൾ ഉണ്ടാകും. ഹോർമോണുകൾ ഉണ്ടായാൽ അവൻ അഗ്രസീവ് ആകുമോ ഇല്ലേ? ആകും. ഇതൊക്കെ സയൻസ് ആണ്, അല്ലെ? ബേസിക് സയൻസ് ആണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് നയിക്കരുത്. പുരുഷന്മാർ ഒന്നാമത് നിയന്ത്രിക്കണം. എന്നാൽ എല്ലാ പുരുഷന്മാരും നിയന്ത്രിക്കോ? എല്ലാവരും മലക്കുകളെ മാരി അല്ലെങ്കിൽ എല്ലാവരും സ്വാലിഹീകളായിട്ട് ഒരു സ്ത്രീയെ കാണുമ്പോൾ താഴോട്ട് ഇങ്ങനെ നോക്കി നടക്കുന്ന എത്ര പുരുഷന്മാർ ഇവിടെ ഉണ്ട്? നേരത്തെ പറഞ്ഞ മാതിരി അരുതുകളൊന്നും ഇല്ലാത്ത യുക്തിവാദികൾക്ക് ഒരുപാടുള്ള സമൂഹമല്ലേ? അപ്പോ പുരുഷന്മാരെല്ലാവരും ഈ ഖുർആനിന്റെ കൽപ്പനകളൊന്നും അതേപടി അംഗീകരിച്ചു വരൂല. അപ്പൊ അവിടെ പുരുഷന്മാരെ അംഗീകരിച്ചോളണമെന്നില്ല. അതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യണം? സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീകൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതാണ് വസ്ത്രധാരണം. അവിടെയാണ് നമ്മൾ വസ്ത്രധാരണം പറയുന്നത്. അല്ലാതെ സ്ത്രീ വസ്ത്രം ധരിച്ചാൽ ഓക്കെ, വസ്ത്രം ധരിച്ചില്ലെങ്കിൽ അവരെ പീഡിപ്പിക്കാം, ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇനി ഒരു സ്ത്രീ ഒന്നും ധരിക്കാതെ നടന്നാൽ പോലും പീഡിപ്പിക്കാനുള്ള ന്യായം അതല്ല, അല്ലേ? ഒന്നും ധരിക്കാതെ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോയാലും അവളെ പീഡിപ്പിക്കാൻ ഒരു ന്യായവും ഇല്ല. പക്ഷേ നമ്മൾ പറയുന്നത്, ഒരു സമൂഹത്തിൽ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് നല്ലത് മാന്യമായ വസ്ത്രധാരണമാണ്. ഇത് ഏതുപോലെ ചോദിച്ചാൽ, ഒരു നാട്ടില് കള്ളന്റെ ശല്യം വല്ലാതെ ഉണ്ടായിന്ന് വിചാരിക്കുക. ഭയങ്കര കള്ളന്റെ ശല്യം. ആ കള്ളന്റെ ശല്യം ഉണ്ടായി. അവരെല്ലാവരും കൂടി ഒരു റെസിഡൻസി മീറ്റിംഗ് കൂടിയിട്ട് ഭയങ്കരമായ ചർച്ച. ഈ കള്ളന്റെ ശല്യം എങ്ങനെ ഇല്ലാതാക്കുക? അവരിങ്ങനെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്. CCTV വെക്കണം, നല്ല ലോക്കൊക്കെ നല്ല അടിപൊളിയാക്കണം, നല്ല അടച്ചുറപ്പുള്ള വീടുകൾ ഉണ്ടാക്കണം, ഡോറൊക്കെ മാറ്റി
വെക്കണം, അങ്ങനെയൊക്കെ നമ്മൾ കുറേ തീരുമാനങ്ങൾ എടുത്തു. അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടെയുള്ള തെറ്റുകാരൻ ആരാണ്? തെറ്റുകാരൻ കള്ളനാണ്. കള്ളനല്ലേ തെറ്റുകാരൻ? ആണ്, ഉറപ്പാണ്. അപ്പൊ കള്ളനല്ലേ നിയന്ത്രിക്കേണ്ടത്? കള്ളനാണ് നിയന്ത്രിക്കേണ്ടത്. കള്ളൻ നിയന്ത്രിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ CCTV വെക്കണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? CCTV വെച്ച വീടുകളിലും കളവ് നടന്നിട്ടില്ലേ? ഡോറ് നല്ല അടച്ചുറപ്പുള്ള വീട്ടിലും കളവ് നടന്നിട്ടില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഒക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഭാഗത്ത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ കള്ളനാണ് തെറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ പീഡിപ്പിക്കുന്ന പുരുഷനാണ് തെറ്റ് ചെയ്യുന്നത്, യാതൊരു സംശയമില്ല. പുരുഷൻ പീഡിപ്പിക്കാൻ പാടില്ല എന്നല്ല, നോക്കാൻ തന്നെ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നോക്കാൻ അനാവശ്യമായൊരു നോട്ടം പോലും പാടില്ല. പക്ഷേ എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല. ഖുറാനിൽ പറഞ്ഞതുപോലെ മനസ്സിൽ രോഗമുള്ള പുരുഷന്മാർ ഒരുപാടുണ്ടാകും. ആ മനസ്സിൽ രോഗമുള്ള പുരുഷന്മാർ സമൂഹത്തിൽ ഉണ്ട് എന്നറിയുന്ന പുരുഷനെ സൃഷ്ടിച്ച പുരുഷന്റെ ചിന്തകളെ സൃഷ്ടിച്ച പടച്ചോനാണ് പറഞ്ഞത്, പുരുഷനെ നിയന്ത്രിക്കാനുള്ള കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്ത്രീയെ നിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നീ എന്ത് ചെയ്യുക? നിന്റെ വസ്ത്രധാരണത്തിലും ശ്രദ്ധിക്കുക. അപ്പോ ഇതില് ഒറ്റ കാരണമല്ല ഉള്ളത്, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പെട്ട ഒരു കാരണമാണ് എന്ത്? വസ്ത്രധാരണം എന്നാണ് നമ്മൾ പറയുന്നത്. അസ്സലാമു അലൈക്കും. നമ്മൾ LGBTQ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കടന്നു വരുന്ന ഒന്നാണ് ഇൻസെസ്റ്റ്, അഥവാ ഒരേ രക്തബന്ധമുള്ള ആളുകൾ തമ്മിലുള്ള ലൈംഗികബന്ധം. അപ്പോൾ ഇത് കുഴപ്പമില്ല ചെയ്യാന്നുള്ളതാണ് ലിബറലിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളതിന് ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഇൻസെസ്റ്റ് തെറ്റാന്ന്, വളരെ മ്ലേച്ഛമായ പ്രവൃത്തിയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യം, നമ്മളെ വിശ്വാസപ്രകാരം ആദം നബി ഹവ്വ ബി അവരുടെ മക്കൾ ഈ ഒരു രീതിയിലൂടെ അല്ല ഉണ്ടായത്. അപ്പോൾ ഇസ്ലാമിന് എത്രത്തോളം ധാർമ്മികത ഉണ്ട് ഈ വിഷയം സംസാരിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കണം. അതോടൊപ്പം എന്താണ് ഈ ഇൻസെസ്റ്റ് എന്നുള്ളതും കൂടെ ഒന്ന്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിരീശ്വരവാദികളുടെ ധാർമ്മികത പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവർക്ക് ഇവർക്ക് ഒന്നും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഏതുവരെയും ചോദിച്ചാൽ ഇവർക്ക് വ്യഭിചാരം എന്തായാലും തെറ്റല്ല. അവിഹിത ബന്ധങ്ങളോ വിവാഹപൂർവമായ ബന്ധങ്ങളോ വിവാഹേതരമായ ബന്ധങ്ങളോ ഒന്നും ഒരു പ്രശ്നമില്ല. ഇവര് ഇതിന്റെ ഇടയിലൊക്കെ വാദിച്ചായിരുന്ന വൈഫ് സ്വാപ്പിംഗ്, നമ്മളൊക്കെ ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ? ഭാര്യമാരെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുക, എന്നിട്ട് സുഖം അനുഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത വൃത്തികേടുകളാണ് എന്ത് ചെയ്യുന്നത് ഇവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. മതരഹിതമായ ഒരു ലോകം ഇവിടെ സാധ്യമായാൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സമൂഹം ഉണ്ടായാൽ എത്രത്തോളം അശ്ലീലമാണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ. അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇവര് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഇവരുടെ സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ അതിൽപ്പെട്ട ഒരു പ്രസന്റേഷനിൽ ഇവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, പരസ്പര സമ്മതമുണ്ടെങ്കിൽ, അതായത് രണ്ടാളുകൾക്ക് പരസ്പരം ഓക്കെ ആണെങ്കിൽ എന്തുമാവാം. എന്നിട്ട് അതിനൊരു ഉദാഹരണവും അവർ പറഞ്ഞു, ഈവൺ ഇൻ ഇൻസെസ്റ്റ് സെക്സ്. സംഭവം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നതെന്ന് തോന്നിയതുകൊണ്ടറിയില്ല. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ രക്തബന്ധത്തിലുള്ളവർ, അതായത് ഉമ്മയും മകനും അല്ലെങ്കിൽ അച്ഛനും മകളും അല്ലെങ്കിൽ സഹോദരന്മാര് തമ്മിലുള്ള, നമുക്കൊന്നും ഇവിടെ ഈ ഒരു സദസ്സിൽ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ പോലും പ്രയാസമുണ്ട് അല്ലെ? നമുക്കൊന്നും ചിന്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ വൃത്തികേട് അതുമാവാം. അതിനെ എതിർക്കേണ്ടതില്ല എന്ന് വേറെ ഇവിടെ ഉഗാണ്ടയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഒന്നല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ കോഴിക്കോട് വെച്ച് ഇവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഇവർ പ്രഖ്യാപിച്ച കാര്യമാണ്. അപ്പോ കാരണം എന്താ? ഇവർ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. കാരണം ഇവരുടെ ലോകവീക്ഷണ പ്രകാരം അതിലൊരു തെറ്റും കാണുന്നില്ല. കാരണം രണ്ടാക്കും സമ്മതമാണ്, ആരെയും ഉപദ്രവിക്കുന്നില്ല, അവർക്ക് ആവാം എന്നാണ് പറയുന്നത്. അപ്പോ ഇത് നമ്മൾ കൃത്യമായി ഇവരുടെ ഈ സാമൂഹ്യ വിരുദ്ധത, ധാർമ്മിക വിരുദ്ധത നമ്മൾ ചോദ്യം ചെയ്തപ്പോ ഇവർ കാര്യമായിട്ട് കൊണ്ടുവന്നൊരു കാര്യമാണത്. അങ്ങനെയാണ് ആദം നബിന്റെ മക്കളൊക്കെ പിന്നെ എങ്ങനെ ഉണ്ടായത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു, ഹവ്വ ബീവി സൃഷ്ടിച്ചു. അതിനുശേഷമുള്ള തലമുറകൾ എങ്ങനെയാണ് ഉണ്ടായത്, അതിന്റെ മെക്കാനിസം എന്താണെന്ന് ഖുർആനിലോ ഹദീസിലോ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എങ്ങനെയാണത് എന്ന് വിശദീകരിക്കുന്നില്ല. ഇനി ഇവർ പറയുന്നത് പോലെ അല്ലെങ്കിൽ ബൈബിളിലൊക്കെ ഉള്ളതുപോലെയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ ധാർമ്മികതയുടെ അടിസ്ഥാനം ഇവരമാതിരി ഒരു അടിസ്ഥാനം ഇല്ലാത്ത ധാർമ്മികത അല്ല നമുക്കുള്ളത് എന്താ വെച്ചാൽ, നമ്മെ സൃഷ്ടിച്ച സട്ടാവ് ഓരോ കാലത്തിനും വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അതാത് കാലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ആദ്യ തലമുറകൾ എങ്ങനെ സംഭവിക്കണം, അവരുടെ തുടർച്ച എങ്ങനെ ഉണ്ടാകണം എന്ന കാര്യത്തിൽ കൃത്യമായ അന്നത്തെ മനുഷ്യ കുലത്തിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ തുടർച്ച എന്ന കാര്യത്തിന് എന്താണോ വേണ്ടത് അത് പടച്ചവൻ കൽപ്പിച്ചു. അതാണ് ശരി. എന്നാൽ പിന്നീട് മുന്നോട്ട് പോകുന്ന തലമുറകൾ സംഭവിക്കുമ്പോൾ അവിടെ പടച്ചവൻ എന്ത് ചെയ്തു, കൃത്യമായി എന്താണോ പാടില്ലാത്തത് അത് നിരോധിക്കുകയും എന്താണോ പാടുള്ളത് അത് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ടക്സ്റ്റ് സെൻസിറ്റീവാണ്. ഒരു ആദ്യം ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുമ്പോൾ ഒരു നിയമങ്ങൾ ഉണ്ടാക്കി, പിന്നെ ലോകാവസാനം വരെ അത് അങ്ങനെയല്ല. ഇസ്ലാമിൽ ശരീഅത്തിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയും.
ഓരോ നബിമാർക്കും അല്ലെങ്കിൽ ഓരോ പ്രവാചകന്മാർക്കും റസൂലുമാർക്കും ശരീഅത്തിൽ വ്യത്യാസമുണ്ട് നമ്മൾ പറയും അല്ലേ? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, നഗ്നതയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇപ്പോ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനുള്ള ശരീഅത്തല്ല മൂസാ നബിയുടെ ഉമ്മത്തിനുള്ളത്. ഓരോ പ്രവാചകന്മാരുടെയും ശരീഅത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. വ്യത്യാസമില്ലാത്തത് അടിസ്ഥാന അധ്യാപനമായിട്ടുള്ള നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ സട്ടാവിനെ മാത്രം ആരാധിക്കുക, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ തന്നെ അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, പക്ഷേ വിശദാംശങ്ങളിൽ മാറ്റം ഉണ്ടാവും. അതെന്താ? നമ്മെ സൃഷ്ടിച്ച പടച്ചവൻ നമ്മുടെ വികാസവും നമ്മുടെ നാഗരികതയിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളുടെ വികാസവും എല്ലാം അറിയുന്ന പടച്ചവൻ എന്ത് ചെയ്യും? ഓരോ കാലത്തിനും മനുഷ്യൻ എന്താണോ ആവശ്യം, മനുഷ്യനെ സൃഷ്ടിച്ച സട്ടാവിന് അതറിയാം. അതുകൊണ്ട് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ എങ്ങനെ ഉണ്ടാകണം, ആ ഒരു മെക്കാനിസം പടച്ചവൻ അന്ന് എന്താണോ മനുഷ്യകുലത്തിന്റെ തുടർച്ചക്ക് എന്താണോ വേണ്ടത് അതവിടെ പഠിപ്പിച്ചു. എന്നാൽ അത് ഇവർ പറയുന്നത് പോലെ ആണെങ്കിൽ തന്നെ ഇന്ന് നമുക്കത് പറ്റുമോ? അതേ അടിസ്ഥാനം വെച്ചിട്ടാണ് പറയുന്നത്. വളരെ കൃത്യമായി കൊണ്ട് ഇന്നത് പറ്റില്ല. നമുക്ക് വളരെ കൃത്യമായ പ്രമാണമുണ്ട്. ഇൻസെസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, അത് ഇൻസെസ്റ്റ് എന്നല്ല, വിവാഹേതരമായ ബന്ധങ്ങൾ പോലും പാടില്ല. പിന്നല്ല ഇൻസെസ്റ്റ്, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ തന്നെ ഇസ്ലാമിൽ പറ്റൂല. അപ്പം ആരുമായി വിവാഹബന്ധമാകാം, ആരുമായി വിവാഹബന്ധമായി കൂടാ, ആരാണ് മഹ്റം, ആരാണ് പിന്നെ വിവാഹബന്ധം പാടുള്ളവർ, പാടില്ലാത്തവർ, ഇതിനെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഇസ്ലാമിൽ ഇന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇൻസെസ്റ്റ് പറ്റില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചും വിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ ദൈവിക മാർഗദർശനത്തിൽ അത് പറ്റില്ല എന്നുള്ളതിന് കൃത്യമായ തെളിവ് ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്നാൽ ഒരു നിരീശ്വരവാദിന് ഇതേപോലെ പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ട് ഇൻസെസ്റ്റ് പറ്റില്ല എന്ന് ചോദിച്ചാൽ അവൻ എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ ചിലപ്പം പറ്റുമെന്ന് പറയും, അല്ലെങ്കിൽ ഉരുണ്ട് കളിക്കും. കാരണം എന്താ? പറ്റുമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. ഇത്തരം വൃത്തികേടുകൾ പോലും പറ്റുമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒന്നും സംസാരിക്കാനില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അതിനൊരു ഒരു അടിസ്ഥാനം അവർക്ക് പറയാനില്ല. അവർക്ക് ധാർമ്മികതയ്ക്ക് ഒരു അടിസ്ഥാനം ഇല്ല. അതുകൊണ്ടാണല്ലോ അവർക്കത് പറ്റുമെന്ന് അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കേണ്ടി വന്നത്. പിന്നെ ഉള്ളത് ഈ ഇൻസെസ്റ്റ്, അതിന്റെ പരിധികൾ എന്തൊക്കെയാണ്? അത് കസിൻ അതിൽ പെടുമോ, അല്ലെങ്കിൽ ഇന്ന ബന്ധക്കാരതിൽ പെടുമോ? ഇതൊക്കെ ആ ഇൻസെസ്റ്റിൽ ആരൊക്കെ പെടും, അല്ലെങ്കിൽ ആ ഒരു വിശദീകരണത്തിൽ, ആ ഒരു ഡെഫിനിഷനിൽ ആരൊക്കെ പെടും എന്ന വിശദാംശ ചർച്ചയല്ല. മറിച്ച് നമുക്കാർക്കും, ഏത് മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഈ വൃത്തികേട്, സ്വന്തം ഉമ്മയും അല്ലെങ്കിൽ മകനും അല്ലെങ്കിൽ അച്ഛനും മകളും ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും കാര്യം പോലെയല്ല. ഇത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതാണ് ഇവർക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റാത്തത്. എന്നാൽ ഇൻസെസ്റ്റ് എന്നുള്ളത് അതിന്റെ ഡെഫിനിഷൻ എത്രത്തോളം പോകും, അതിന്റെ ഏതൊക്കെ എക്സ്റ്റെന്റിലേക്ക് അത് പോകും, ഏതൊക്കെ സമൂഹങ്ങൾ അതൊക്കെ ഉണ്ടാവും, ഒക്കെ വേറെ വിഷയങ്ങളാണ്. അത് എന്ത് തന്നെയാണെങ്കിലും ദൈവിക ദർശനത്തിൽ എന്തുണ്ട്? അതിന് കൃത്യമായ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് മഹ്റം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ആ മഹ്റമായ ആളുകളെ കല്യാണം കഴിക്കാൻ പാടില്ല, മഹ്റം അല്ലാത്തവരെ കല്യാണം കഴിക്കാൻ പറ്റും. ഇതാണ് അതിൽ ഇസ്ലാമിന്റെ പരിധി. ഇസ്ലാമിന് അതിന് കൃത്യമായ പരിധിയുണ്ട്, ഇസ്ലാമിന് കൃത്യമായ അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പിന്റെ അപ്പുറത്ത് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം അതിർവരമ്പും ഇല്ല, ഒന്നുമില്ല. അവർക്കത് തെറ്റാണെന്ന് പറയാൻ പോലും പറ്റില്ല. അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു ഫ്രണ്ട് വെച്ച ചോദ്യമാണ്. ആള് പറയണത് ദൈവം വിശ്വസിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ആരാധനകൾ എന്തിനാണ്? ഇപ്പം നമസ്കാരം, ഹജ്ജ്, പിന്നെ ബലി, അങ്ങനത്തെ ആരാധനകൾ എന്തിനാണ്? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദൈവമുണ്ട്, കാരണം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക എന്നുള്ളത് ഒരല്പം അന്വേഷിക്കുന്ന, ഒരല്പം യുക്തി ഉപയോഗിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു ദൈവം ഉണ്ട് എന്നുള്ളത്. ഒരു ദൈവമില്ലാതെ ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കുറച്ചൊക്കെ ആലോചിക്കുന്ന ആളുകൾക്ക് ദൈവമുണ്ട് എന്ന് മനസ്സിലാകും. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് തന്നെയാണ് വരുന്നത്. എന്തിനാണ് ആരാധനകൾ, എന്തിനാണ് മതം, അല്ലെ ദൈവത്തിൽ വിശ്വസിച്ചാൽ പോലെ മതത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അത്തരക്കാരായ ആളുകളോട് പറയാനുള്ളത് വെച്ചാൽ നിങ്ങളുടെ അന്വേഷണം ദൈവമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന അവിടേക്ക് അവസാനിപ്പിക്കരുത് എന്നാണ്. നിങ്ങൾ ചിന്തിച്ച ആ യുക്തിപരമായ ചിന്ത പിന്നെയും തുടരുക. നിങ്ങൾക്ക് ദൈവം ഉണ്ട് എന്ന് ഒരുപാട് യുക്തിപരമായി ചിന്തിച്ചിട്ട് ബോധ്യപ്പെട്ടതാണല്ലോ എങ്കിൽ ആ യുക്തിപരമായി നിങ്ങൾ ചിന്തിച്ചെത്തിയ ദൈവം എങ്ങനെയുള്ളതായിരിക്കും അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ പറഞ്ഞ ഏതൊരു കാര്യത്തിന് പിന്നിലും ഒരു കാരണം വേണം, ആ കാരണങ്ങളുടെ ശൃംഖല അനന്തമായി പോകാൻ പറ്റൂല, അതുകൊണ്ട് ഒരു ദൈവം ഉണ്ടായേ തീരൂ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ആ കാരണങ്ങളുടെ ശൃംഖല അനന്തമായി പോകാൻ പറ്റാത്ത ഒരു ദൈവം, അത് അങ്ങനെയുള്ള ദൈവമായിരിക്കും. ഈ പ്രപഞ്ചത്തിനകത്തുള്ള കാര്യകാരണ ശൃംഖലക്ക് അകത്തുള്ള പ്രപഞ്ചത്തിനകത്തുള്ള ഒന്നുമായി കൂടാ അല്ലെ. ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിനുള്ള ഒന്നുമായിക്കൂടാ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഈ പ്രപഞ്ചത്തിനകത്ത് മനുഷ്യ ദൈവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളോ സൂര്യനോ ചന്ദ്രനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആ പറഞ്ഞ ദൈവമായിരിക്കില്ല. കാരണം പ്രപഞ്ചത്തിനുള്ളിലുള്ളതൊന്നും ആയിരിക്കില്ല, പ്രപഞ്ചാതീതനായ ഒരു അസ്തിത്വമായിരിക്കും അത്. അതേപോലെ തന്നെയാണ് ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചെത്തുന്നതാണ് നിരാശ്രയനായ ഒരു അസ്തിത്വത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത ഒരു അസ്തിത്വത്തിലേക്കാണ് ആ ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മളെ നയിക്കുന്നത്. മറ്റൊന്നിനെയും ആശ്രയിക്കാതിരിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ഏകത്വം നിർബന്ധമാണ്. ഏകനായ ഒരു ദൈവമായിരിക്കണം.
ഏകനായ മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത, തുടക്കമോ ഒടുക്കമോ, ടൈം ബാധകമാകാൻ പാടില്ല, അല്ലെ, ടൈമിൽ ബന്ധിതമാകാൻ പാടില്ല, തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത ഒരു ദൈവം, ആ ദൈവത്തിലേക്കായിരിക്കും യുക്തിപരമായി ചിന്തിച്ചാൽ നിങ്ങൾ എത്തുക. എന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹു ഏകനായ സൃഷ്ടാവ്, അവൻ ഏകനാകുന്നു. അല്ലാഹു സ്വമദ്, അവൻ നിരാശ്രയനാകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ മറ്റൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു അസ്തിത്വത്തിലേക്കാണ് യുക്തിപരമായ അന്വേഷണം നമ്മൾ എത്തിപ്പെടുക. അതല്ലാതെ ഒന്നിൽ കൂടുതൽ ദൈവം യുക്തിപരമായി നമുക്ക് ഈ അന്വേഷണങ്ങളിലൂടെ എത്തിപ്പെടാൻ സാധ്യമല്ല. മൂന്നും കൂടി ഒരു ദൈവം സാധ്യമല്ല. പ്രപഞ്ചത്തിനകത്തുള്ള ഏതെങ്കിലും പശുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളോ സാധ്യമല്ല. അപ്പോ ഏകനായ, ഖുർആൻ പറഞ്ഞതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറയുന്ന ആ ദൈവസങ്കല്പം എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ആ ഏകനായ ദൈവം, ആ ദൈവം നമ്മോട് പറയുന്നു ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ആ ഏകനായ ദൈവം പ്രവാചകന്മാരിലൂടെ സന്ദേശം അയച്ചിട്ടുണ്ട്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, നിങ്ങൾക്ക് വേണമെങ്കിൽ നന്ദിയുള്ളവരാകാം, വേണമെങ്കിൽ നന്ദി കെട്ടവരാകാം. എന്ന് വെച്ചാൽ ആ ദൈവികമായ മാർഗദർശനങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കീഴൊതുങ്ങാം, വേണമെങ്കിൽ അതിൽ നിന്നും പിന്തിരിഞ്ഞു പോകാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് പടച്ചോൻ പറയുന്നത്. അപ്പൊ സുഹൃത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ, ദൈവത്തിലേക്ക് ഞാൻ എത്തി, ആ ദൈവം അവതരിപ്പിച്ച ആ മാർഗദർശനം സ്വീകരിക്കണം എന്തിനാന്ന് ചോദ്യം. അവിടെ ഖുർആൻ പറയുന്നു സ്വീകരിക്കണം, അല്ലെങ്കിൽ നിന്നെ നിർബന്ധമായിട്ട് സ്വീകരിപ്പിക്കുന്നൊന്നുമില്ല. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, നിങ്ങൾക്ക് വേണം നന്ദിയുള്ളവനാണെങ്കിൽ, നിന്നെ സൃഷ്ടിച്ച, നിനക്കെല്ലാം സംവിധാനിച്ചു തന്ന, എല്ലാം നിനക്ക് വേണ്ടി ഒരുക്കി തന്ന, നിന്റെ അസ്തിത്വം പോലും കാരണക്കാരനായിട്ടുള്ള ആ ഏകനായ ദൈവത്തിന് സമർപ്പിക്കണോ വേണ്ടേ, അഥവാ നന്ദിയുള്ളവനായി ജീവിക്കണോ വേണ്ടേ, ആ ദൈവിക കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കണോ വേണ്ടേ എന്നുള്ളത് നിന്റെ ചോയ്സാണ്. ആ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, നന്ദിയുള്ളവനാകാം, നന്ദി കെട്ടവനാകാം. അപ്പോൾ സുഹൃത്തിനോട് പറയേണ്ടത് നിന്റെ ചോയ്സാണ്. നീ കണ്ടെത്തിയ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണോ വേണ്ടേ എന്നുള്ളത്. ആ കൽപ്പനകൾക്ക് സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം. പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇവിടെ ഇപ്പോൾ ബാസിലിക്ക പറഞ്ഞു ദൈവത്തെ, അതായത് അള്ളാഹുവിനെ സ്ഥാപിക്കാൻ നമുക്ക് ലോജിക്കും യുക്തിയും കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും പറഞ്ഞു. അതിനോട് മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾക്കും പിന്നീട് നമുക്ക് യുക്തിയിലോ യോജിക്കിലോ ചിലപ്പോൾ ഉത്തരം കിട്ടാറില്ല. അപ്പോൾ പൊതുവെ ഈ യുക്തിവാദികൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഈ കുതിരപ്പുറത്ത് പോയ ബുറാക്കിൽ ആകാശയാത്ര നടത്തി, അതുപോലെ ചന്ദ്രനെ പിളർത്തി എന്നുള്ള വിഷയങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഇത്തരക്കാർക്ക് എന്ത് വിശദീകരണമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന്? നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ലോജിക്കിനെ കുറിച്ച് പറയുന്നു, യുക്തിയെക്കുറിച്ച് പറയുന്നു, യുക്തിപരമായ ഒരു ദൈവത്തിലേക്കൊക്കെ എത്തുന്നു. എന്നിട്ട് അങ്ങനെ യുക്തിപരമായി എത്തിയ ദൈവത്തിൽ അല്ലെങ്കിൽ ആ മതത്തിൽ പിന്നെ ഉള്ളത് യുക്തിരഹിതമായ കാര്യങ്ങളല്ലേ. കാരണം ബുറാക്കിൽ ഇങ്ങനെ പോയി എന്ന് പറയുന്നു, അതേപോലത്തെ ചന്ദ്രനെ പുലർത്തി എന്ന് പറയുന്നു, ഇതൊക്കെ യുക്തിപരമായിട്ട് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ സാധാരണ പോലെ സംഭവിച്ചൊരു കാര്യമാണ് ഈ പറഞ്ഞ ബുറാക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിറാജ് പോയി, അല്ലെങ്കിൽ ചന്ദ്രൻ ഇങ്ങനെ റസൂൽ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പളർത്തി കാണിച്ചു, ഇതിങ്ങനെ സാധാരണ സംഭവമാണ് എന്നാണോ പഠിപ്പിക്കുന്നത്? അല്ല, ഇതൊരു അമാനുഷിക സംഭവമാണ്, അസാധാരണ സംഭവമാണെന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ തന്നെ അതിൽ യുക്തിരഹിത സാധാരണ ഒരു സംഭവം പോലെ റസൂല് ഇങ്ങനെ ചന്ദ്രനെ പുലർത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, സാധാരണ സംഭവം അങ്ങനെ സംഭവിക്കൂലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അവിടെ തന്നെ പറയുന്നത് എന്താണ്? ഇത് അമാനുഷികമായ അസാധാരണമായ സംഭവമാണെന്നാണ്. അവിടെ ഒന്ന് ആലോചിച്ചാൽ മതി, ആ ചോദ്യം ചോദിക്കുന്ന ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇത് സാധാരണ സംഭവമായിട്ടല്ല പറയുന്നത്. സാധാരണ സംഭവം പോലെ ഇതൊക്കെ സംഭവിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് യുക്തിരഹിതമാണ്. ഓക്കെ, പ്രപഞ്ച വ്യവസ്ഥയിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ പിന്നെ അവിടെ എന്തോ ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? അവിടെയാണ് ഇത് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറയുന്നത് ദൈവികമായ പ്രത്യേകമായ ഇടപെടലാണ്, റസൂലിന്റെ മുഅ്ജിസത്താണ് എന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലേ. എന്താ ഈ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണഗതിയിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ റസൂലിന്റെ പ്രവാചകത്വം ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ചില വഴികളാണ് ഇത് ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത് എന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാര്യകാരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ്. നമ്മളൊരു ദാഹിച്ചാൽ ദാഹം മാറ്റാൻ വെള്ളം കുടിക്കുന്നു, വെള്ളം എന്ന് പറയുന്ന കാരണത്തെ തേടിക്കൊണ്ട് ദാഹം മാറ്റുക എന്ന കാര്യം നമ്മൾ സാധിക്കുന്നു. ഇത് പ്രപഞ്ചത്തിലുള്ള വ്യവസ്ഥയാണ്. അതേപോലെ തന്നെ നമുക്ക് വിശക്കുക, ആ വിശപ്പ് മാറ്റാൻ ഫുഡ് കഴിക്കുക, ഭക്ഷണം കഴിക്കുക എന്ന കാര്യത്തെ നമ്മൾ തേടുന്നു. അങ്ങനെ കാര്യകാരണ ബന്ധിതമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതാണ് സാധാരണ സംഭവങ്ങൾ. എന്നാൽ ആ കാര്യകാരണ ബന്ധത്തിന് അല്ലെങ്കിൽ ആ കാര്യകാരണ വ്യവസ്ഥക്കപ്പുറത്തായിട്ട് ഇടപെടാൻ
ആർക്ക് സാധിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്കലി നമ്മൾ തെളിയിച്ച ദൈവത്തിന് സാധിക്കും. കാരണം ആ ദൈവം എങ്ങനെയുള്ളവനാണ്? ഈ മഹാപ്രപഞ്ചം തന്നെ സാധ്യമാക്കിയ, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച, കഴിവുകൾക്ക് ഒരു അതിരുമില്ലാത്ത, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എന്നുവെച്ചാൽ നമ്മളെപ്പോലെ ഈ പറഞ്ഞ വിശപ്പ് മാറ്റണമെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്ന ഒരു കാരണത്തെ തേടിക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന രൂപത്തിൽ, കാര്യകാരണ ബന്ധിതമല്ലാത്ത രൂപത്തിൽ, ഏത് രൂപത്തിലും എങ്ങനെ വേണമെങ്കിലും എന്തും സാധ്യമാകുന്ന, കഴിവുകൾക്ക് പരിധികളില്ലാത്ത ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ലോജിക്കലി കണ്ടെത്തിയ ദൈവം എങ്ങനെയുള്ളവനാണ്? എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എന്തിനും സാധിക്കുന്നവനാണ്. ഇനി പറയുക, എല്ലാറ്റിനും കഴിവുള്ള ദൈവത്തിന് അവന്റെ സൃഷ്ടികളിൽ ഒന്നായ ചന്ദ്രനെ 2 കഷ്ണമാക്കി അതിനെ വീണ്ടും യോജിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. എല്ലാറ്റിനും കഴിയുമെങ്കിൽ അത് കഴിയുമല്ലോ. എല്ലാറ്റിനും കഴിയുമെങ്കിൽ അത് കഴിയുമല്ലോ. എല്ലാറ്റിനും കഴിയുന്ന ദൈവത്തിന് ഒരു സമുദ്രത്തെ പിളർത്താൻ സാധിക്കുമോ? എല്ലാറ്റിനും കഴിയുന്ന ദൈവമാണെങ്കിൽ അത് കഴിയൂലേ? എല്ലാറ്റിനും കഴിയുന്ന ദൈവത്തിന് അവന്റെ പ്രവാചകനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ 7-ാം ആകാശത്തേക്കും കൊണ്ടുപോകാൻ പറ്റുമോ? എല്ലാറ്റിനും കഴിവുള്ള ദൈവമാണെങ്കിൽ കഴിയൂലേ? കഴിയൂല എന്ന് പറയുകയാണെങ്കിൽ അത് യുക്തിരാഹിത്യാണ്. എല്ലാറ്റിനും കഴിയുന്ന ദൈവത്തിന് ഇതിന് കഴിയൂലെന്ന് ചോദിച്ചാൽ കഴിയും എന്നതാണ് യുക്തി. അപ്പോ നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാറ്റിനും കഴിവുള്ള ദൈവമുണ്ട് എന്ന് നമ്മൾ സ്ഥാപിച്ചു. അത് യുക്തിപരമായി തന്നെ സ്ഥാപിച്ചാൽ ആ യുക്തിപരമായ സ്ഥാപനത്തിൽ തന്നെ എന്തുണ്ട്? എന്തിനും കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്രവർത്തികൾ, മുഅ്ജിസത്തുകൾ, അത് സംഭവിക്കുക എന്നുള്ളത് പടച്ചവന് സാധ്യമാണ്. എപ്പോഴാണ് ഇത് അയുക്തികരമാകുന്നത്? എപ്പോഴാണ് ഇത് യുക്തിരഹിതമാകുന്നത്? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം എടുത്തിട്ട് ഇങ്ങനെ ചന്ദ്രൻ 2ആയി കഷ്ണാക്കുന്നു, പിന്നെ അത് യോജിപ്പിക്കുന്നു, അത് യുക്തിരഹിതമാണ്. മനുഷ്യനത് സാധ്യമല്ല. ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ അത് സാധ്യമല്ല. ഈ വ്യവസ്ഥകൾക്കപ്പുറത്ത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ സാധിക്കുന്ന ഒരു സൃഷ്ടാവിന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഈ പറഞ്ഞ പ്രപഞ്ചത്തിലുള്ള ഒരു സൃഷ്ടിക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ സാധ്യമല്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ പടച്ചവന് മാത്രമേ സാധ്യമാവുള്ളൂ. ആ പടച്ചവൻ എന്ത് ചെയ്തു? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് ചില അത്ഭുത പ്രവർത്തികൾ എന്തിനു വേണ്ടി? അത് തന്നെ പ്രവാചകന്റെ പ്രവാചകത്വം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഇത് വെറുതെ അങ്ങനെ ഒരു ദിവസം പിന്നെ റസൂലിന് തോന്നിയപ്പോൾ ചെയ്ത കാര്യമല്ല. റസൂലിനോട് അവിടെയുള്ള മക്കയിലെ മുശ്രിക്കുകൾ അവിടെ വന്നിട്ട് ആവശ്യപ്പെടുകയാണ്, മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, താങ്കൾക്ക് എന്താണ് അങ്ങനെയൊന്നും ഇല്ലാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂൽ പറയാണ്, ഇതൊന്നും എൻ്റെ കഴിവല്ല, എനിക്കതിന് സാധ്യമല്ല, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഇതിനുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ അത് സാധിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിന് ചരിത്രപരമായി അടക്കം തെളിവുകളുമുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നത് വെച്ചാൽ, യുക്തിപരമായി നമ്മൾ ദൈവം ഉണ്ടെന്ന് സ്ഥാപിച്ചു. ആ ദൈവം എല്ലാത്തിനും കഴിവുള്ളവനാണ്, അഥവാ പ്രാപഞ്ചികമായ വ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്കും ഇടപെടാൻ കഴിവുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രാപഞ്ചികമായ വ്യവസ്ഥകൾക്ക് അപ്പുറത്ത് ഇടപെടാൻ കഴിവുള്ള ദൈവത്തിന് ചന്ദ്രനെ പിളർത്താൻ സാധിക്കും, വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കും, ഭൂമിയെ പിളർത്താൻ സാധിക്കും, സമുദ്രത്തെ പിളർത്താൻ സാധിക്കും, അതുപോലെ തന്നെ ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം 50 പേർക്ക് വിളമ്പാൻ സാധിക്കും, എന്തിനും സാധിക്കും. കാരണം വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെ എല്ലാറ്റിനും സാധിക്കുന്ന ദൈവത്തെയാണ് യുക്തിപരമായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ എല്ലാറ്റിനും കഴിയുന്ന ദൈവത്തിന് ഇതൊക്കെ സാധിക്കും എന്നതാണ് യുക്തി. സാധിക്കില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതാണ് യുക്തിരഹിതം. നമസ്കാരം. നമ്മൾ ചന്ദ്രനൊക്കെ പിളർക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്, അല്ലെങ്കിൽ സമുദ്രത്തിനെ പിളർക്കാൻ കഴിയുന്ന ഒരു ഏകദൈവത്തിന് മതഗ്രന്ഥങ്ങളിലൂടെ നാട്ടുവർത്താനം പറയേണ്ട ഗതികേട് ഉണ്ടോ? മതഗ്രന്ഥങ്ങളിൽ നാട്ടുവർത്തമാനമാണ് ഉള്ളത് എന്ന ഒരു മുൻധാരണയിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിക്കുകയാണ്, എല്ലാറ്റിനും കഴിയുന്ന ദൈവത്തിന് അങ്ങനെ നാട്ടുവർത്തമാനം പറയേണ്ടുന്ന ഗതികേടുണ്ടോ എന്നുള്ളത്. ആദ്യം സുഹൃത്തിൻ്റെ മുൻധാരണകൾ മാറ്റിവെക്കുക. ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ അല്ലെങ്കിൽ അവൻ്റെ മാർഗനിർദ്ദേശം വിശുദ്ധ ഖുർആൻ അത് മുൻധാരണകളില്ലാതെ വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിന് ചുരുക്കി പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ, വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഖുർആനിൽ തന്നെ ഉണ്ട് ഇതേ വാചകം. എന്തിലുണ്ട്? ഖുർആനിൽ തന്നെ ഉണ്ട്. അസാത്തീറുൽ അവ്വലീൻ, മുൻകാലത്തുള്ള എന്തൊക്കെ കുറെ വർത്താനാണ് ഖുർആനിലുള്ളത് എന്ന് അന്നത്തെ ഇതേപോലെയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വളരെ കൃത്യമായി കൊണ്ട് ഖുർആൻ കൊടുത്ത മറുപടിയാണുള്ളത്. ഇത് അസാത്തീറുൽ അവ്വലീൻ, കുറെ നാട്ടുവർത്താനല്ല, ഇത് കുറെ ചരിത്രം പറയലല്ല, ഇത് ചരിത്രം പറയാനുള്ള ഗ്രന്ഥമല്ല,
മറിച്ച് ആ ചരിത്രങ്ങളിലെല്ലാം കൃത്യമായ പാഠങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശം. ഇപ്പോൾ സുഹൃത്തിങ്ങനെ എവിടെയെങ്കിലും നോക്കുമ്പോൾ ഇന്ന മൂസാ നബി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള കുറെ കഥ പറയുന്നു. ആ കഥക്കപ്പുറത്ത് അല്ലെങ്കിൽ ആ ചരിത്രത്തിനപ്പുറത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആ ചരിത്രം ഉദ്ധരിക്കുന്നതിലൂടെ ഖുർആനിന് 1000 സന്ദേശം സുഹൃത്തിനോടും അതുപോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ ജനങ്ങളോടും പറയാനുണ്ട്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഈ ഒരു കുട്ടി വളരെ വലിയൊരു തത്വശാസ്ത്ര ഗ്രന്ഥം വായിച്ചിട്ട് ഇതിനെന്തൊക്കെ നാട്ടുവർത്താനാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു UDHR എടുത്തിട്ട് ഒരു ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ പറയുന്നത് ഇതിലെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ ആവർത്തിച്ച് എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ വളരെ ബൃഹത്തായ ഒരു ദൈവിക ഗ്രന്ഥത്തെ അതിലുള്ള ഏതെങ്കിലും ചില സംഭവങ്ങൾ അതിൽ പറയുന്നുണ്ട്, ചരിത്രം അവിടെ പറയുന്നുണ്ട് എന്നുള്ളത് വായിച്ചിട്ട് ഇവിടെ എന്തൊക്കെ നാട്ടുവർത്താനുള്ളത് എന്ന് വളരെ മുൻധാരണയോടുകൂടി വിധി പറയുന്നതിന് പകരം ഒന്ന് ശാന്തമായ മനസ്സോടുകൂടി എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവ് എന്നോട് സംസാരിച്ചതാണിത് എന്നാണ് പറയപ്പെടുന്നത് എങ്കിൽ എനിക്കതൊന്ന് വായിക്കണമല്ലോ, എന്താണ് അതിലുള്ള സന്ദേശം എന്ന് എനിക്കൊന്ന് നോക്കണമല്ലോ എന്ന ഒരു ചിന്തയോടുകൂടി വായിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സുഹൃത്തിനടക്കം മനസ്സിലാകും. അതല്ല ഇവിടുന്നൊക്കെ കേട്ട കുറേ മുൻധാരണകൾ വെച്ചിട്ട് ഇവിടുന്ന് എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ വിമർശന ഗ്രന്ഥങ്ങൾ വായിക്കുകയൊക്കെ ചെയ്താൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സുഹൃത്തിനോട് താങ്കളെ സൃഷ്ടിച്ച സട്ടാവ് സംസാരിച്ച സംസാരമാണ് വിശുദ്ധ ഖുർആൻ. അതിൽ താങ്കളെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ കുറേ സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട്. എല്ലാം തികഞ്ഞവരാണ് എന്ന് വിശ്വസിച്ച കുറെ ആളുകൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. അവർ പോലും ഒന്നും അല്ലായിരുന്നു, അവർ ദുർബലരാണ് എന്ന് കാണിക്കാൻ അവരുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ നാട്ടുവർത്താൻ പറഞ്ഞല്ല, എല്ലാറ്റിനും കഴിവുള്ളവരാണ്, ഞങ്ങൾ എല്ലാത്തിൻ്റെയും ഉത്തുംഗതയിലാണ്, ഞങ്ങൾക്ക് എന്തിനും സാധിക്കും എന്നൊക്കെ അഹങ്കരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഇല്ലേ? അവർക്കുള്ള പാഠമാണത്. അതേപോലെ തന്നെ സമ്പത്ത് കൊണ്ട് എന്തുമാവാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ? അവരോട് വിശുദ്ധ ഖുർആനിന് കുറെ കഥകൾ പറയാനുണ്ട്. സമ്പത്തിന്റെ ഏറ്റവും ഉന്നതിയിൽ നിന്നിട്ട് പോലും ഏറ്റവും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഏറ്റവും താഴോട്ട് വീണുപോയ ദുർബലരായി പോയ മനുഷ്യരുടെ കഥകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അത് വെറുതെ കഥ പറയാനല്ല, നാട്ടുവർത്താനം പറയാനല്ല, അങ്ങനെ അഹങ്കരിക്കുന്നവർക്കുള്ള പാഠമാണ്. അതേപോലെ തന്നെ വിനയമില്ലാതെ ജീവിച്ചാൽ, അഹങ്കരിച്ച് ജീവിച്ചാൽ, താൻ പോരിമ കാണിച്ച് ജീവിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനുള്ള ഉത്തരമാം ചില കഥകളിലുണ്ട്. അതേപോലെ തന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന കഥകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതൊക്കെ കുറെ കഥകൾ ഇങ്ങനെ വായിച്ചു പോകാനല്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവർക്ക് ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഖുർആനിലുള്ള ആ കഥ സുഹൃത്തിന്റെ വാക്കിൽ ഒരു നാട്ടുവർത്തമാനം അത് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്നെ സൃഷ്ടിച്ച സട്ടാവ് ഇവരെക്കുറിച്ചൊക്കെ എന്നോട് പറയുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യരുത് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുക എന്നാണ് പറയാനുള്ളത്. പരസ്പരം പോരടിച്ച സമുദായങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അത് കാണുമ്പം ഒരു നാട്ടുവർത്താനം കേൾക്കുന്ന മാതിരി അത് കേൾക്കുക എന്നുള്ളതല്ല, ഇങ്ങനെ വെറുതെ പോരടിക്കുകയും അന്യനെ വിദ്വേഷത്തോടുകൂടി കാണുകയും അതുപോലെ തന്നെ മുൻധാരണയോടുകൂടി കാണുകയും ചെയ്യേണ്ടതല്ല. നമ്മളെല്ലാവരും നമ്മുടെ സട്ടാവിന് സമർപ്പിച്ച് സമാധാനത്തോടുകൂടി ജീവിക്കേണ്ടവരാണ് എന്ന സന്ദേശമാണ് ആ കഥകളിലുള്ളത്. അതുകൊണ്ട് ഈ കഥകൾ കേവലം നാട്ടുവർത്താനം എന്നുള്ളതിനപ്പുറത്ത് ഓരോ കഥകളിലും എൻ്റെ സുഹൃത്തിനടക്കമുള്ള വലിയ പാഠങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ മുൻധാരണകളില്ലാതെ വായിക്കാനും പഠിക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.